സിപിഎമ്മിലെ കത്തുചോർച്ച വിവാദത്തിൽ എം.വി. ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് മറുപടി നൽകി ഷർഷാദ്. വക്കീൽ നോട്ടീസിലെ എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുന്നെന്ന് ഷർഷാദ്. എം.വി. ഗോവിന്ദനെതിരെ ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. ശ്യാമിനെ സംശയമുണ്ട് എന്നാണ് പറഞ്ഞതെന്നും ഷർഷാദ്. നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കില്ല എന്നും ഷർഷാദ് മറുപടിയിൽ പറയുന്നുണ്ട്. നിഖിൽ അളവൂർ ചേർന്നു വിവരങ്ങളുമായി. നിഖിൽ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മറുപടിയിൽ പറഞ്ഞു വയ്ക്കുന്നത് ഷർഷാദ്? ലക്ഷ്മി പത്മ, ഏതായാലും എം.വി. ഗോവിന്ദൻ നൽകിയ വക്കീൽ നോട്ടീസിന് നൽകിയിരിക്കുന്ന മറുപടിയിൽ പറയുന്നത് എം.വി. ഗോവിന്ദൻ ഷർഷാദിനെതിരെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ, ഈ വക്കീൽ നോട്ടീസിലൂടെ ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് എന്നാണ്. അത്തരത്തിൽ എം.വി. ഗോവിന്ദനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കത്ത് ചോർത്തിയെന്നോ അത്തരത്തിൽ പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ കത്ത് പുറത്തു വന്നതിന് പിന്നിൽ എം.വി. ഗോവിന്ദനാണെന്നോ തരത്തിലൊരു പരാമർശവും താൻ നടത്തിയിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങൾക്ക് മുന്നിലോ ഒരു പ്രതികരണത്തിൻ്റെ വേളയിലും അത്തരത്തിൽ എം.വി. ഗോവിന്ദനെ നേരിട്ട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ വക്കീൽ നോട്ടീസിൽ എം.വി. ഗോവിന്ദൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിഷേധിക്കുന്നു എന്നാണ് ഷർഷാദ് നൽകിയിരിക്കുന്ന മറുപടിയിൽ പറയുന്നത്. ആകെ ചെയ്തിരിക്കുന്ന കാര്യം, ഈ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ നൽകിയ പരാതി, CPIMന്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി ചോർന്നത് എം.വി. ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് വഴിയാകാമെന്നൊരു സംശയം ഉന്നയിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഷർഷാദ് ആ മറുപടിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ട് എം.വി. ഗോവിന്ദൻ നൽകിയിരിക്കുന്ന ഈ വക്കീൽ നോട്ടീസിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിഷേധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുന്നു എന്നും ഈ മറുപടിയിൽ പറയുന്നു. ഈ കാര്യങ്ങൾ, അതായത് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ നൽകിയ CPIMന്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി ചോർന്നിട്ടുണ്ട്. അത് ചോർന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു സംശയം ഉന്നയിച്ചു എന്നതല്ലാതെ എം.വി. ഗോവിന്ദനാണ് അതിന് പിന്നിലെന്നൊരു ആരോപണം താൻ ഉന്നയിച്ചിട്ടില്ല എന്നും ഷർഷാദ് പറയുന്നുണ്ട്. അതേസമയം തന്നെ എം.വി. ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്തും ഒപ്പം തന്നെ ഈ വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള രാജേഷ് കൃഷ്ണയും ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ ഈ മറുപടിയിൽ പറയുന്നുമുണ്ട്. നിഖിൽ അളവൂറാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.